നമസ്കാരം. അപ്പോൾ നാളെ ടെർബോ ജോസ് ബോക്സ് ഓഫീസ് വാഴാൻ എത്തുമ്പോൾ കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വൻ വരവേൽപ്പോട് കൂടിയാണ് എത്താൻ പോകുന്നത്. ആ ഒരു തിയേറ്റർ ലിസ്റ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യൻ തിയേറ്റർ ലിസ്റ്റ്. ആ ഒരു റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ റിലീസ് നടക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലാണ്. ഏകദേശം 80ഓളം തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം കർണാടക ബോക്സ് ഓഫീസിലാണ് ഏറ്റവും കൂടുതൽ തിയേറ്റർ ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 62 മുകളിലുള്ള തിയേറ്ററാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം വരാൻ പോകുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ഏകദേശം 50ഓളം തിയേറ്റർ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഡൽഹിയിലും ഉത്തർപ്രദേശിലേക്കും പോകുമ്പോൾ ഏകദേശം 30ഓളം തിയേറ്റർ അവിടെയും ലഭിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ 31 തിയേറ്ററിലും പഞ്ചാബിൽ 11 തിയേറ്ററിലും ഈസ്റ്റേൺ ഉത്തർപ്രദേശിൽ 4 തിയേറ്ററിലും ഒറീസയിൽ 3 തിയേറ്ററിലും രാജസ്ഥാനിൽ 7 തിയേറ്ററിലും ആസാമിൽ 1 തിയേറ്ററിലും ബീഹാറിൽ 4 തിയേറ്ററിലും ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ 29 തിയേറ്ററിലുമാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആകെ മൊത്തം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മാത്രം ഏകദേശം 316 മുകളിലുള്ള തിയേറ്ററിലാണ് ചിത്രം നാളെ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ മമ്മൂക്കിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ റിലീസ് കൂടിയാണ് ടെർബോ. അതോടൊപ്പം ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ഇന്ന് 8 മണിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 3,22,00,000 രൂപ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിവസം കേരളത്തിൽ മാത്രം ഏകദേശം 1500 ഷോകൾ കേരളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം ടിക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട് ടെർബോയുടെ പേരിൽ. ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഏകദേശം 3500 പരം ടിക്കറ്റുകളാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ പലയിടത്തും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇപ്പോൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത്. ടെർബോയുടെ ആദ്യ ഷോ നാളെ ആരംഭിക്കുന്നത് രാവിലെ 9 മണിയോട് കൂടിയാണ്. 2.5 മണിക്കൂറാണ് ചിത്രത്തിന്റെ ദൈർഘ്യമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർ നാളെ ഏത് തിയേറ്ററിൽ പോയിട്ടാണ് ടെർബോ എന്ന സിനിമ കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.